സഹൃദയരായ നാട്ടുകാരെ, നമ്മൾ പ്ലാനിൽ ചെറിയ ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്. ആദ്യത്തെ പ്ലാനിലേക്ക് നമ്മൾ തിരിച്ചുപോയി. നാളെ നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല, പകരം ജോലിക്ക് പോവുകയാണ്. ആ സന്തോഷ വാർത്ത ഞാൻ സസന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ നാളെ എങ്ങനത്തെ ദിവസമൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല, കാരണം ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ചുമ്മാ ഇങ്ങോട്ട് പോകും, സമയം കളയും. സമയത്തിനാണല്ലോ നമുക്ക് കാശ് കിട്ടുന്നത്, തിരിച്ചു വരും. അതാണ് നമ്മുടെ നാളത്തെ ആക്ഷൻ പ്ലാനായി ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ജോലി ചെയ്യാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ പ്ലാനിങ്ങിൽ മുടക്കമൊന്നുമില്ല. ഡിന്നർ ഞാനത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, ചോറും നമ്മുടെ പോർക്കറിയുടെ അവസാനത്തെ അംശവും അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർക്കറി പരിപാടി കഴിഞ്ഞു. അതേപോലെ തന്നെ നാളെ കൊണ്ടുപോകാനുള്ള ഐറ്റംസാണ് ഈ കാണുന്നത്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ ചാർജർ, ഒരു ബൗണ്ടി, മൈക്ക്, ട്രൈപോഡ്, വാച്ച്, നമ്മുടെ സ്വന്തം സാറിയുടെ പെർഫ്യൂം, ഹെഡ്സെറ്റ്, ഒരു ചെറിയ ഗ്ലാസ്, പിന്നെ ചിപ്സായിട്ട് ലേസ് പോലത്തെ ഐറ്റംസ്, ലേസാണ്. ഇത്രയുണ്ട്. പ്ലസ് ഡിന്നറിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറ് ഇതേ ഇവിടെ ആവി പോയിക്കൊണ്ടിരിക്കുന്നു. മിണ്ടല്ലേ ആവി പോയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കൻ്റെ ഫ്രിഡ്ജിൽ എങ്ങനെ ഇരിക്കുന്നു. അവരെ നാളെ എടുക്കുന്നതായിരിക്കും. നാളെയും മറ്റന്നാളത്തേക്കും കൂടെ ഉള്ളതുണ്ട്. 8 പീസ് ചിക്കൻ, 8 അല്ല 6 7 എത്ര പീസ് ചിക്കൻ എന്തെങ്കിലും ആവട്ടെ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ രാത്രിയിലത്തെ കാര്യങ്ങൾ. ഇനി നാളെ നമുക്ക് കാലത്ത് എണീറ്റിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ശുഭരാത്രി. നാളെ കാലത്താകുമ്പോൾ നമുക്കറിയാം നാളത്തെ പരിപാടികൾ എങ്ങനെയാണെന്ന്. ഞാൻ ഒന്നും നോക്കുന്നില്ല, ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. കാരണം താല്പര്യമില്ലായിരുന്നു പോകാൻ. പിന്നെ കാശ് എന്നെ മാടി വിളിച്ചപ്പോൾ പിന്നെ പോകാമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ശരി, ശുഭരാത്രി. എനിക്ക് ഈ ജോലി സ്ഥലത്ത് ജോലി മടുത്തു തുടങ്ങിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായ സത്യം പറയാലോ, ഇല്ല. അതിന് 3 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ കമ്പനി ഒറ്റമുറിയിൽ തുടങ്ങിയപ്പോൾ ഇവരാദ്യമായിട്ട് റിക്രൂട്ട് ചെയ്തത് എന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ കമ്പനി ഇങ്ങനെ വളരുന്നത് സൈഡിൽ കൂടെ നോക്കി നിന്ന് കാണാൻ ഒരു പ്രത്യേക സുഖമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഞാൻ അവൻ്റെ ഓൾമോസ്റ്റ് എത്തിയെങ്കിലും ഇനിയുണ്ട് കുറച്ചും കൂടി. അത് എത്തുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, കാരണം അത് കൂടുതലും ഫീമെയിൽസിനുള്ള മേഖലകളാണ്. പക്ഷേ ഞാൻ ചെറിയ രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ റീസൺ. ഇനി 3ാമത്തെ റീസണാണ് മെയിൻ. എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് ആൾക്കാർ മാറുന്നു, പുതിയ ആൾക്കാർ വരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ഇങ്ങനെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ. ആ സ്കീമുണ്ട്. ഇപ്പം ഞാൻ പുതിയ ആൾക്കാരായിട്ടാണ് ഇങ്ങനെ ഒരാഴ്ച വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പഴയ ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ അവിടെ പുതിയ ആൾക്കാരാണ്. പിന്നെ എൻ്റെ ഇവിടെ ആര് ജോലി ചെയ്താലും ഞാൻ നല്ല ഫ്രണ്ട്ലിയാണ്, അവർ എൻ്റെ അടുത്തും ഫ്രണ്ട്ലി ആയിരിക്കും. അവിടെ റേസിസും ഇല്ല, വേറൊരു പരിപാടിയില്ല. റേസിസും കണ്ട് ഞാൻ അപ്പം തന്നെ പെട്ടിയും കിടക്ക് എടുത്ത് പൊക്കോളാൻ പറയാം. അങ്ങനെ കുറച്ച് പേരൊക്കെ ഞാൻ വിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി സ്ഥലത്ത് ബോറടി പരിപാടി നഹി ഹേ. ജോലി സ്ഥലത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര വർഷം ജോലി ചെയ്താലും ബോറടിക്കില്ല എന്നാണ് എൻ്റെ ഈ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ള. സ്ട്രെസ്സായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ വരും, നല്ല തല പൊട്ടണ രീതിയിലൊക്കെ വരും. പക്ഷെ നമ്മുടെ കൂടെ എൻ്റെ അതേ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു ടീം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറോട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടപടിയാവും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. കാലത്ത് തന്നെ ഞാൻ തള്ളി മറിക്കുന്നില്ല, ജോലിക്ക് പോട്ടെ. എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് പാടില്ല. ഈ 2 ദിവസം എന്താ പറയുക, പോത്ത് പോലെ കിടന്നുറങ്ങിയിട്ട് ഇന്ന് ജോലിക്കാൻ പറ്റണല്ല. ഇനിയിപ്പോൾ നാളെ ഞാൻ മിക്കതും നോക്കട്ടെ, ഒഴിവെടുക്കാൻ പറ്റും, ഒഴിവെടുക്കും. പക്ഷെ ഒരേ സമയത്ത് തലയുടെ ഒരു സൈഡ് പറയും പോളെ നമുക്ക് കാശ് വേണം, ഒരു സൈഡ് പറയും കിടന്നുറങ്ങും പോളെ റെസ്റ്റ് എടുക്കുക. അങ്ങനെ പറയേണ്ട ഒരു പ്രത്യേക മനോഭാവം. നമുക്ക് നോക്കാം നാളെ എന്താവുമെന്ന്. അവിടെ വേറെ എൻട്രൻസുകളുണ്ട് കേട്ടോ. ഞാനിനി ഉള്ളിക്കൂടെ കയറുള്ളൂ. എന്തിനാണ്? അപ്പോൾ നാളത്തെ അവസ്ഥ നമുക്ക് നാളെ നോക്കാം. ഇന്നിപ്പോൾ എന്തായാലും ജോലിയുണ്ട്, വെറുതെ ഇരുന്നാൽ മതി എന്ന് അവൻ പറഞ്ഞ്. മറ്റേ മാനേജർ കഴിഞ്ഞ ആഴ്ച മുടങ്ങിയെന്ന് പറഞ്ഞില്ല, അവൻ പിന്നെയും മുടങ്ങി. ഇതിപ്പോൾ ഒരു അർത്ഥത്തിൽ ലാഭമായി. എനിക്ക് കൂടുതലൊരു ദിവസം വന്നിരുന്നാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ പണിയെടുക്കേണ്ടി വരും. ഇന്ന് വന്നിരിക്കണം. പക്ഷേ ഇരുന്നാലും നമ്മൾ മൊത്തം നോക്കുമ്പോൾ നമ്മുടെ തലയെക്കൂടെ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ലൂപ്പടിച്ച് പോകും. സ്ഥിരം ചെയ്യാറുള്ള പ്രഭാത പരിപാടികൾ ഞാനങ്ങോട്ട് തുടങ്ങി. മെയിൽ ചെക്കിങ്, അതേപോലെ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ, അങ്ങനെ കുഞ്ഞു പരിപാടികളായിട്ട് ഞാനങ്ങോട്ട് ദിവസം തുടങ്ങി. വെരി ഹാപ്പി. Is it because of me? Yeah, because every morning I see this city guy, and drink little bit. Oh, so you're drinking yesterday full night?
Yeah. You not remember? With you, I'm drunk. ദൈവം തമ്പുരാനാണ് എന്നോട് കുടിച്ചിട്ടില്ല കേട്ടാ. ഒരു ചെറിയൊരു കാര്യം പറയാൻ വന്നതാ. നമ്മൾ വിചാരിക്കും നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കുശുമ്പുള്ള, ഏറ്റവും കൂടുതൽ എന്താ പറയുക, കുശുമ്പും കുന്നായ്മയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതെന്ന് വിചാരിക്കും. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയൊന്നല്ല കേട്ടോ. ഞാനിവിടെ ജോലി ചെയ്യുന്നിടത്ത് ഞാനിവിടെ കാണുന്ന ഡ്രാമയും പൊളിറ്റിക്സും ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ തലയൊക്കെ തിന്നും. അത് തൊട്ടനും പിടിച്ചതിനൊക്കെ അവൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. അപ്പോൾ നമ്മൾ മലയാളികൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരെക്കാളും 100 ഇരട്ടി ഭേദമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എനിക്കൊരു കൺക്ലൂഷനിൽ പറയാനുള്ളത്. അത് ഞാൻ നടുക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് തന്നെ ഒരാൾക്ക് വേറൊരാളോട് പ്രശ്നമുണ്ട്, പിന്നെ ആളൊന്ന് പറയുന്നത് അയാൾ എന്നെ അത് ചെയ്തു ഇത് ചെയ്തു. അപ്പോൾ ഇയാൾ വന്നപ്പോൾ ഇയാളോട് ഞാൻ ചോദിച്ചു, അപ്പോൾ ആൾക്കൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ആൾ നേരെ പ്ലേറ്റ് തിരിച്ചിട്ട് അയാൾ എന്നെ ഇത് ചെയ്തു അത് ചെയ്തു. ഞാൻ ചോദിച്ചു, ദൈവം ഞാനിത് എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോഴാണ് എനിക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായത്. രണ്ടുപേരും വിളിക്കാൻ കൈയോടക്കാൻ വിടാം. ഇത് എല്ലാഴ്ച ഉണ്ടോ ആരുടെയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം? ഇത് പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാൽ രണ്ടുപേർക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതും ഇല്ല. പക്ഷെ രണ്ടുപേർക്ക് തമ്മിൽ കണ്ടുകൂടാ. ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയില്ല. നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ. അതിപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞു വന്നുകൊണ്ടാണ് ഞാൻ ഫ്രഷ് ആയിട്ട് പറഞ്ഞത്. എൻ്റെ കാലത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു വിശ്രമത്തിൻ്റെ സമയമാണ്. ബാക്കി ആൾക്കാർ പ്രൊഡക്ട്സ് എടുക്കുന്നു, അത് സെറ്റാക്കുന്നു, കൊടുക്കുന്നു, അങ്ങനെ ഓരോരോ പരിപാടികൾ നടക്കുന്നു. ഞാനിവിടെ വന്ന് എൻ്റെ വിശ്രമ സ്ഥലത്തിലേക്ക് വന്നു. ഇതിന് കാരണം ഒന്നേ ഉള്ളൂ, ഇനിയിപ്പോൾ എനിക്ക് പണിയൊന്നുമില്ല. ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി ഒന്ന് ഹൈ ബൈ പറഞ്ഞു, സഹായിച്ചു, പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അവർ അവരുടെ സമാധാനത്തിൽ ചെയ്യട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അവരിത് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്, അതാണ് ഇപ്പോൾ കേൾക്കുന്ന ഒച്ച കാര്യങ്ങളൊക്കെ. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഉറങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഇപ്പോൾ ഇവർ കൊണ്ടുവന്ന ഒച്ചയും ബഹളവും കേട്ടില്ലേ, അതാരെന്തൊക്കെ ചെയ്യുന്നു ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റും. കാരണം മുകളിൽ നിന്ന് ഇങ്ങടേക്കാണ് വരേണ്ടത്, പ്ലസ് ഇവിടെ നിന്നാണ് സാധനങ്ങൾ മുകളിലേക്കും പോകേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഫുൾ മൂവ്മെൻറ്റ് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. പക്ഷേ ഏതെങ്കിലും ലിഫ്റ്റോ ഈ വാതിലോ തുറന്നാൽ ഞാൻ കണ്ണുറക്കും. അതെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെയാണ് ഞാൻ വിശ്രമിക്കുന്ന സ്ഥലം. എപ്പോഴൊക്കെ എൻ്റെ ലോഡ് ഇറക്കി കഴിഞ്ഞോ, പിന്നെ ഒരു ഫ്രീ ടൈം കുറേ ഉണ്ടോ, പിന്നെ ഇവിടെ ഒന്ന് കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിത്തത്തിൻ്റെ ആയാലും ശരി, ഇപ്പോൾ വേറെ എന്തെങ്കിലും, ഇപ്പോൾ നാളത്തെ പ്ലാനിങ് ചെയ്യാനായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഔട്ട് ബൗണ്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇതിവിടെ വന്നിരുന്ന് ചെയ്യും. ഇതെൻ്റെ ഒരു കംഫർട്ട് സ്പേസാണ്. ഒരു പബ്ലിക് സ്പേസ് ആണെങ്കിലും അഥവാ ഒരു സോഷ്യൽ സ്പേസ് ആണെങ്കിലും ഇതെൻ്റെ പ്രൈവറ്റ് സ്പേസാണ്. ഈ ഒരു സോഫയുടെ ഈ ഒരു ഏരിയ. ഞാൻ വന്ന് കിടക്കണമെങ്കിൽ പിന്നെ കാര്യം ഇവിടെ നിന്ന് ശരി കിട്ടത്തൂല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ കുറച്ചേരം കൂടെ കിടന്ന് ഉറങ്ങട്ടെ. How was your work in the morning? Now you should say. Awful. Why is it awful? Because you didn't help me. I only helped you. No, you're a liar. I helped Mr. Boss Baby and I helped you. I helped both of you, right? No? No? Say yes. Me no. But I told the others to help you. And they helped you. Right? Lord, yes, right? Tell yes. I can't. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിശ്രമം എടുക്കണം. ചെറിയ ചെറിയ വിശ്രമങ്ങൾ എടുക്കണം. കാരണം എന്താണെന്നറിയോ? അല്ലെങ്കിൽ ബോറോ. ഇവരൊക്കെ കണ്ടില്ലേ, ചെറിയ ചെറിയ പണികളെടുത്തു, അതുകൊണ്ട് ഇവർ വിശ്രമിക്കുന്നു. ഞാൻ അവരുടെ കൂടെയും വിശ്രമിക്കുന്നു. ഇതിന് മുന്നേ വേറൊരു 3 ആൾക്കാരെ വിശ്രമിക്കാൻ വിട്ടിരുന്നു, അവരുടെ കൂടെയും ഞാൻ വിശ്രമിക്കും. എല്ലാവരുടെയും കൂടെ വിശ്രമിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്താണെന്നറിയോ? ഇവർ ഓരോരുത്തർ തിരിച്ചു വരുമ്പോൾ പിന്നെയും ഒരു പ്രസൻറ്റ് മൈൻഡിൽ ഇങ്ങോട്ട് വരും. പിന്നെ അടുത്തത് അങ്ങോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെയും അവരോട് ഞാൻ ബ്രേക്ക് എടുക്കാൻ പറയും. പിന്നെയും അടുത്തത് കൊടുക്കുക. ഒരു പ്രത്യേകതരം അവസ്ഥയാണത്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കും ഇതേപോലെ കുഞ്ഞു 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 ബ്രേക്കുകൾ കിട്ടാറുണ്ടോ? നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. Vlad, are you happy for having short breaks during work? Say yes or no. It's better if we don't have. So you don't want? No, it's better. It's better to have short breaks. What do you think? The same. You need short breaks, right? Yes. Okay, thank you. കണ്ടോ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ശരി, ബൈ. അങ്ങനെ അവസാനം ബ്രേക്ക് ടൈം ആയിട്ടുണ്ട് കേട്ടോ. എത്ര നേരം എന്നറിയോ ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കണേ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഗ്രില്ല് ചെയ്ത ചിക്കനിൽ നിന്നും എല്ലൂരിക്കളഞ്ഞ ചിക്കനാണ് നമുക്കെന്നുള്ളത്. പ്ലസ് അതിൻ്റെ കൂടെ അതേ ഇതിലിട്ട് വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങ്. അത് പറയാൻ വന്നതല്ല, ഒരു യാഥാർത്ഥ്യമായ സത്യം പറയാൻ വന്നതാണ്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇപ്പം നമ്മൾ
കുറേ ദിവസം ജോലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ എഞ്ചിൻ ആ ഒരു ഇതിലങ്ങോട്ട് പൊക്കോളും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഹെവി വർക്ക് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനെ വേഗം സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു 2 ദിവസം റെസ്റ്റൊക്കെ കൊടുത്ത് 3-ാം ദിവസം പിന്നെയും ചാടി ഇനിപ്പിച്ച് വിടുമ്പോൾ എഞ്ചിൻ ഡൗണോ, അതായത് എഞ്ചിൻ സ്റ്റാർട്ടിങ് ട്രബിൾ നല്ല രീതിയിൽ ഉണ്ടാവില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇന്നിപ്പോൾ കാലത്ത് തൊട്ട് ആകെ ഒരു മൂകത. ഇന്ന് വരാനുള്ള തീരുമാനം എടുത്തതും ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ ഐ എം നോട്ട് പ്രിപ്പയർഡ്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ജോലി ആയാലും ശരി എന്തായാലും ശരി എനിക്കൊരു മുൻകൂർ അറിയണം. ഷടപടെ എന്ന് പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനോ ചെയ്യാനോ കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഒരു മൊത്തത്തിലൊരു മ്ലാനത. എന്തേലും ആവട്ടെ, നമുക്ക് വെറുതെ ഇങ്ങനെ കുത്തിരുന്നാൽ പോരെ. കാലത്ത് കുറച്ച് ഒച്ചമേളം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞല്ലേ. നേരത്തെ പറഞ്ഞ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാമറ ചെക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടാവും മാർക്ക്. വേറെ കുറേ ടീമുകൾ ഇപ്പോൾ മുകളിൽ തന്നെ 1 2 3 ടീമുണ്ട്. താഴെ 1 2 ടീം 5 ടീം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണേ. നല്ല സുഖമാണ്. പിന്നെ ഓരോ ടീമിനും അവിടെ തന്നെ ഓരോ കുഞ്ഞു ഹെഡുകളുണ്ടാവും. അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ ഇതിലങ്ങോട്ട് വെക്കോളും. എന്തേലും ആവട്ടെ, ഭക്ഷണം കഴിക്കണം, കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അതാണ് നമ്മുടെ പരിപാടി. ഇന്ന് പിന്നെ 8 മണിക്കൂറുള്ളൂ. ഇവർ വീട്ടിൽ പോകുന്ന സമയമായി, പക്ഷേ എനിക്ക് പോകാറായിട്ടില്ല. എനിക്ക് ഇനിയും കുറച്ചും കൂടി പണിയുണ്ട്. താഴേക്ക് വന്നു, ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു, എന്നിട്ട് തിരിച്ചു പോയി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് ഇങ്ങോട്ട് കടന്നു. ഇതിൻ്റെയും കൂടി ഒരു കുറവുണ്ടായിരുന്നു, മഴയുടെ. അതും കൂടിയായി ഇന്ന്. നല്ല കാറ്റും അതേപോലെ ഗംഭീര മഴയും. ഞാനാണെങ്കിൽ ഇട്ടത് ചെരുപ്പ്. ഇപ്പം ഷൂയിൽ നിന്ന് ഇറങ്ങിയിട്ടേ എനിക്കാണെങ്കിൽ തിരിച്ച് ഷൂ ഇടാൻ തോന്നണില്ല. ഇപ്പം എല്ലായിടത്തേക്കും ചെരുപ്പാണ്. ഓ, എൻ്റെ മുടി പറക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒടുക്കത്തെ കാറ്റും മഴയും തണുപ്പും ഉണ്ട്. എന്തോ ഭാഗ്യത്തിൽ ഞാൻ കാലത്ത് ഈ ജാക്കറ്റ് എടുത്തില്ല, കാരണം 8 ഡിഗ്രി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 17 ഡിഗ്രി ഉണ്ടെങ്കിലും ഫീൽസ് ലൈക്ക് ഒരു 4 ഡിഗ്രി 5 ഡിഗ്രി എഫക്റ്റിലാണ് നിൽക്കണേ. തണുപ്പുണ്ട്, മഴയാണെങ്കിൽ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒടുക്കത്തെ ഒച്ചയും ഈ വണ്ടികളും ബഹളവും. ഓ, തല വെട്ടി പൊളിയണം. എനിക്കിനി ഒന്ന് ബിദ്രോങ്കേ പോകണം, എന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഓടിക്കണം. കാരണം നാളെയും മറ്റന്നേയും അതിൻ്റെ പിറ്റേന്നും ജോലിയുണ്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ചിലപ്പോൾ നാളെ ഞാൻ പോകാതിരിക്കും. ഡിപ്പെൻസ്, എനിക്കറിയില്ല. ഇന്ന് തിരിച്ചു പോയിട്ട് എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിട്ടായിരിക്കും. അവസാന നിമിഷമായിരിക്കും ഞാൻ ചിലപ്പോൾ തീരുമാനം മാറ്റാൻ പോണേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താല്പര്യമില്ല. എന്നാലും നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ജോലി കഴിഞ്ഞു. ഇന്നത്തെ ജോലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പീസ്ഫുൾ ആയിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെയുള്ള കുറേ അല്ലറ ചില്ലറ ഇടിക്കേസല്ല, കുഞ്ഞു പിള്ളേരുടെ തല്ലുപിടുത്തം പരിപാടികൾ, പിന്നെ യൂഷ്വൽ പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞു പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിട്ടോ, ഞാൻ നോക്കിക്കോളാം. ഒന്നും കൊണ്ടും പേടിക്കണ്ട. അപ്പോൾ ശുഭദിനം, ശുഭരാത്രി, ബൈ.